കുഞ്ഞാ എവിടേക്ക് പോവാ? നാട്ടിക്ക് പോവാണോ? ആരെ കാണാനാ? അമ്മമ്മനെ കാണാനോ? പിന്നെ അച്ഛമ്മനെ കാണാൻ, പിന്നെ അപ്പാപ്പനെ കാണാൻ. പോവല്ലേ? പോവാം. അങ്ങനെ ഇതാ ഇവക്കുട്ടി പറഞ്ഞതുപോലെ നമ്മൾ നാട്ടിലോട്ട് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മുതലാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് ട്രെയിനിന്റെ ടൈം വന്നിട്ട് 11:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് 10:30 11 മണിയാകുമ്പോൾ സ്റ്റേഷൻ എത്തിയത്. അപ്പം മുതൽ പോസ്റ്റാണ്. ഇന്നത്തെ പോലെ തന്നെ ട്രെയിൻ ലേറ്റ് ആണ്. അങ്ങനെ ഇരുന്ന് 1 മണിക്കാണ് കേട്ടോ ട്രെയിൻ വന്നത്. അപ്പോൾ സമയം പോകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ മുൻപിൽ കൂടെ ചരക്ക് വണ്ടി പോയിട്ടുണ്ടായിരുന്നത്. നല്ല ലോങ് ആയിട്ടുള്ള വണ്ടിയായിരുന്നു. അതിൻ്റെ ഉള്ളില് ബ്ലാക്ക് ഓയിൽ ആയിരുന്നു. അപ്പൊ അതും കണ്ട് നമ്മളിതാ സ്റ്റേഷനിലെ നമ്മൾ കയറാനുള്ള സ്പോട്ടിൽ പോയതാണ്. അവിടെ നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കുട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇതാ ഹോളും ഓണാക്കി വെച്ച് പാട്ടും വെച്ചിട്ട് ഫാമിലിയോട് കൂടിയിട്ട് ഡാൻസ് കളിക്കാൻ. ഈ സമയം എന്താ 1:02 അപ്പോഴാണ് കേട്ടോ ട്രെയിൻ വന്നത്. ട്രെയിൻ വന്ന് നമ്മൾ കയറി അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് കാലത്ത് എണീറ്റ ടൈമാണ് കേട്ടോ. ഇവ കുട്ടി ഉറങ്ങി എണീറ്റതാണ്. ഉറങ്ങി എണീറ്റ് ഫുഡൊക്കെ നമ്മൾ കൊടുത്തു നോക്കിയായിരുന്നു. അവൾക്ക് പക്ഷേ ട്രെയിനത്തെ ഫുഡൊന്നും ഇഷ്ടമില്ലാത്ത കാരണം നമ്മളെ കൊണ്ടുവന്ന സ്നാക്സും കാര്യങ്ങളാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി ഇരുന്നിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വോയിസ് ഡിസ്റ്റർബൻസ് വല്ലതും എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ക്ഷമിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ വാച്ച് ചെയ്യണവർ കമ്മിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വാച്ച് ചെയ്യുക, നമുക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ട്രെയിനിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിൻ ഇറങ്ങി. അതും ലേറ്റ് ആയിട്ടാണ് കേട്ടോ. 11:30 ഇറങ്ങേണ്ടത് 12:30 1 മണിയാകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇറങ്ങിയിട്ട് ഫുഡെല്ലാം കഴിച്ചിതാ ഒരു കാറെല്ലാം പിടിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ പോയ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഭയങ്കര ടയേർഡായിരുന്നു, ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ ഏതാണ്ട് രാത്രി ആയ ടൈമിൽ മാങ്ങയെല്ലാം നിൽക്കുന്നത് രാത്രി മാങ്ങ കഴിക്കണം എന്ന് യുവക്കുട്ടി പറഞ്ഞപ്പോൾ ഇതാ ഒരു മാങ്ങയെല്ലാം പൊട്ടിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഇതാ നമ്മൾ യുവക്കുട്ടിനെ ഉറക്കി കേട്ടോ. ഉറക്കക്ഷീണം നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കും കാലത്തും ഇന്നലെ രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഉറക്കക്ഷീണം കാരണം മെല്ലെയാണ് കേട്ടോ എണീറ്റത്. എണീറ്റപാട് തന്നെ ഇതാ യുവക്കുട്ടിനെയും ഫുഡ് കൊടുത്ത് ഞങ്ങൾ റെഡി ആയിട്ട് ഞാൻ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോകുന്നത്. കാരണം ഏട്ടൻ്റെ ബൈക്ക് വീട്ടിലാണ് കേട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ നാട്ടിലോട്ട് വന്നിട്ട് ഏതാണ്ട് ഒരു 7 മാസം 8 മാസത്തിന്റെ അടുത്തായിട്ടോ. അപ്പൊ അത് കാരണം ഓരോ സ്ഥലം എത്തുന്ന സമയത്തും നമുക്ക് പുതിയതുപോലെയാണ് കേട്ടോ തോന്നുന്നത്. ഇവക്കുട്ടിക്ക് വീട് അറിയുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീട് പറയാന്ന് പറഞ്ഞപ്പോൾ അവൾ കറക്റ്റ് ആയിട്ട് വീടെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തി. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. ചേച്ചിയും മക്കളൊക്കെ അവരുടെ വീട്ടിലാണ്. അനിയനും വന്നിട്ടുണ്ടായിരുന്നില്ല. അതാ വണ്ടിന്റെ സൗണ്ട് കേട്ടപാടെ അമ്മമ്മ വന്നു. കണ്ടിട്ട് 2 മാസം ആയിട്ടില്ലെങ്കിലും ഭയങ്കര സ്നേഹവും കെട്ടിപ്പിടിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ അച്ഛനെയും കണ്ട് നേരെ അവൾക്ക് കണ്ടപാടെ തന്നെ കുറെ ചോക്ലേറ്റ്സും കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ. അപ്പൊ അതിന്റെ സന്തോഷം പിന്നെ എക്സ്ട്രാ ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും വീട്ടിന്റെ ഉള്ളിലോട്ട് വന്നു കേട്ടോ. അപ്പൊ ഇതാണ് എൻ്റെ വീട്. നമ്മൾ ഇവക്കുട്ടിക്ക് ഇട്ട് കൊടുത്ത ഡ്രസ്സ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. അവൾക്ക് ചേരുന്നുണ്ടോ ഈ കളർ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യണം. അവൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ എല്ലാം. അങ്ങനെ എത്തിയപാടെ പരിചയക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും കളി തുടങ്ങിട്ടോ. ഓരോ ടോയും വേണം എന്ന് പറഞ്ഞ് ഓരോന്നായി എടുത്ത് കളി തുടങ്ങി. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ വീടെത്തുന്ന സമയത്ത് വല്ലാത്ത ആശ്വാസമല്ലേ, എന്തോ ഒരു ഫീലിംഗ് ആണ് കേട്ടോ വീടെത്തുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ഏട്ടന് വെള്ളമൊക്കെ കൊടുത്തിട്ടോ. അവിടെ കരിക്കും വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കുട്ടിച്ചിട്ട് നമ്മൾ ഏട്ടനും ഇവക്കുട്ടിക്കും കൊടുത്തു. പക്ഷെ ഇവക്കുട്ടി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വീട്ടിൽ 2 പൂച്ചക്കുട്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ അതിനെ നോക്കി കളിയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ സമയത്ത് അവൾക്ക് ഊഞ്ഞാൽ വേണമെന്ന് പറഞ്ഞിട്ട് ഊഞ്ഞാലെല്ലാം അമ്മമ്മയുടെ സാരിയൊക്കെ വാങ്ങിച്ചിട്ട് കെട്ടിക്കൊടുക്കലാണ് കേട്ടോ. 2 മിനിറ്റത്തിന്റെ കേസുള്ളൂ. കാരണം അത് കഴിഞ്ഞ് നമ്മൾ പോകും. പക്ഷെ അവൾക്ക് വാശി പിടിച്ചിട്ട് അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അവിടെ അവളുടെ സൈസിന് ഊഞ്ഞാലൊക്കെ എല്ലാം കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗോവയിലും അവൾക്ക് ഊഞ്ഞാലൊക്കെ വേണമെന്ന് പറഞ്ഞാണ് കേട്ടോ. പക്ഷെ അവിടെ കെട്ടാനുള്ള സൗകര്യം ഇല്ല. അത് കാരണം നാട്ടിലെത്തുന്ന സമയത്ത് ഫസ്റ്റ് അവൾ പറയുന്ന കാര്യമാണ് കേട്ടോ ഊഞ്ഞാൽ കെട്ടണമെന്ന്. അതെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് അമ്മമ്മ ഒരു സാരി കൊണ്ടുവന്നു കേട്ടോ. ഇവക്കുട്ടിക്ക് വല്ലാത്ത ആഗ്രഹമാണ് സാരി എടുക്കുന്നത്. അപ്പൊ അമ്മമ്മ ഒരു സാരി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണമല്ല 2 എണ്ണം. ഈ ഗ്രീൻ കളർ അവളുടെ ചേച്ചിയുടെ ആയിരുന്നു കേട്ടോ. അത് നോക്കുമ്പോൾ ഇവക്കുട്ടിക്ക് പാവമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ അതും
ഇതും കൂടിയിട്ട് നമ്മൾ ഇട്ട് നോക്കിയതാണ്. ഗ്രീൻ ഫുള്ളായി ഉടുത്തിട്ട് ഫോട്ടോ വീഡിയോസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. വേറെ സാരി നമ്മൾ വിഷ്വൽ ഷൂട്ടിങ്ങിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് ബ്ലൗസെല്ലാം അമ്മമ്മ അടിക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് അടിച്ചതിന് ശേഷം അതിന്റെ വീഡിയോയും ഫോട്ടോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ സാരി ഉടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. സത്യം പറഞ്ഞ സാരി ഉടുത്തോണ്ടപ്പോ ഒരുപാട് ഇഷ്ടമായിട്ട്, കാരണം യുവക്കുട്ടി നല്ലപോലെ ചേരുന്നുണ്ട്. ആളാകെ വലിയ കുട്ടിയായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണേ. അവൾ ഓരോ പോസ്റ്റിലും ഡാൻസും എല്ലാം ചെയ്തിട്ടുണ്ട്, അവൾക്ക് ഇഷ്ടമായി. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വല്യമ്മന്റെ വീട്ടിലാണ് കേട്ടോ. എന്റെ വല്യമ്മന്റെ വീട്ടിലാണ്, മേലാ റോഡ്. അവിടെ നിന്ന് വേലയാണ് കേട്ടോ. അപ്പൊ പോണ വഴിക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ വീട് എത്തുന്നതിന് മുമ്പ് തന്നെ ആനയും ബഹളവും കണ്ടപ്പോൾ ഞങ്ങള് ബൈക്ക് ഒരു സൈഡ് നിർത്തി പോകാൻ ഒരുങ്ങുമ്പോഴേക്കും വല്യമ്മയുടെ ഫാമിലിനെയൊക്കെ നമ്മൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ നമ്മൾ പകൽവേല നടത്തുന്നിടത്തേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ മേലാർകൂടി ഞാൻ പകൽവേല കാണാൻ പോകുന്നത്. രാത്രി പുലർച്ചെയൊക്കെ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് വേല വരിക. അത് കാരണം അത് കണ്ടിട്ടുണ്ട്. പകൽവേല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 6 മണി കഴിഞ്ഞ സമയത്ത് അവിടെ എത്തിയതാണ് കേട്ടോ. 7 മണിയാകുമ്പോൾ പടക്കം പൊട്ടെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് നിന്നതാ. 6 മണി കഴിഞ്ഞു, 7 മണി കഴിഞ്ഞു, ലാസ്റ്റ് 8 മണി 8:15 പടക്കം പൊട്ടിയത്. പക്ഷെ നിന്നത് വേസ്റ്റ് ആയില്ല, അത്യാവശ്യം നല്ല പടക്കം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് മേല റോഡ് വേല കാണാൻ വന്നിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നോക്കാം നമുക്ക് എത്ര പേര് മേല റോഡ് വേല കാണാൻ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വല്യമ്മന്റെ വീട്ടിൽ വന്നു കേട്ടോ. വന്നപാട് ഇവക്കുട്ടി ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ അപ്പാപ്പനെയും വിളിച്ചിട്ട് വേലപ്പറമ്പിലോട്ട് പോയി. ഇതാ അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവള് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം അവൾക്കും വേറൊരെണ്ണം അവളുടെ അനിയനും വേണ്ടിയിട്ടാണെന്ന് അവള് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവൾ എടുത്തിട്ടുള്ളത് ആ യെല്ലോ കളറാണ് കേട്ടോ. അവൾക്ക് യെല്ലോ എന്ന് പറഞ്ഞ ക്രൈസാ. നമ്മളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. അവള് എന്തെങ്കിലും ചൂസ് ചെയ്യണമെങ്കിൽ ഡ്രസ്സ് ആയാലും ടോയ്സ് ആയാലും അവള് എല്ലാ കളറും നോക്കിയിട്ട് ചൂസ് ചെയ്യുള്ളൂ. ഒരു പൊട്ടായിൽ കൂടിയിട്ട് യെല്ലോ കളർ പൊക്കി വെച്ച് തരാനാണ് അവൾ ആദ്യം പറയുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിത് അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. വല്യമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്ച്ചോറും കോഴിക്കറിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയിട്ട്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നാട്ടിലെ പുതിയ വിശേഷമായി കാണുന്നത് വരയ്ക്കും ബൈ.